ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പോൾ പ്രധാനപ്പെട്ട പര്യായ പദവും അർത്ഥവും ഒക്കെ നമ്മൾ ഒറ്റ ക്ലാസ്സിൽ പഠിക്കാൻ പോവാണ്. PSC കുറേ നാളായിട്ട് ജീവികളുടെ പര്യായം ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ജീവികളുടെ പര്യായം നമുക്ക് പഠിക്കാം. പുതിയ സബ്സ്ക്രൈബേഴ്സിനായിട്ട് പറയണം, നമ്മൾ കുറേ ക്ലാസ്സുകൾ ചെയ്ത് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്ലി PSCയുടെ ഗ്രാമറും വൊക്കാബുലറി ഒക്കെ ഇട്ടിട്ടുണ്ട്. CPO കോഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ CPOക്ക് വേണ്ട എല്ലാം എന്ന് പറഞ്ഞ ഒറ്റ വീഡിയോ ആയിട്ട് 4 മണിക്കൂർ അടുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നും കാണാത്തവര്, പുതിയ സബ്സ്ക്രൈബേഴ്സ് പ്ലേലിസ്റ്റ് നോക്കി അതൊക്കെ കാണുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങാം. ചീവീടിന്റെ പര്യായം എന്താണ്? PSC തന്നത് ചില്ലിക എന്ന വാക്കാണ്. മനസ്സിനെ ശിഥിലമാക്കുന്നത് എന്നൊരർത്ഥത്തിലാണ് ഈ പദം ഉണ്ടായത്. മൊത്തത്തിൽ ചീവീടിന്റെ ഒരു പ്രത്യേകതര സൗണ്ട് ഇപ്പൊ കേൾക്കാം. ചീവീടിന്റെ സൗണ്ട് വീഡിയോയിൽ കേൾക്കാൻ പോകും. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഒരു മനസ്സിനാകെ ഒരു വിഷമല്ലേ. അപ്പൊ മനസ്സിനെ ശിഥിലമാക്കുന്ന എന്നൊരു അർത്ഥത്തിലെ പദമാണ് എന്താണ്? ചില്ലിക. അതാണ് PYക്ക് വന്നത്. അപ്പൊ ആ ചില്ലിക കൂട്ടി തന്നെ ചില്ലി, ചില്ലക, ചീരിക ഇതൊക്കെ ചീവീടിന്റെ പര്യായ പദങ്ങളാണ്. അപ്പൊ ചീ 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 എന്ന് കരയുന്ന ചീവീടെന്ന് ഓർത്ത് ചില്ലികയും ചില്ലിയും ചില്ലകയും ചീരികയും ഒക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ പറയുന്ന നമ്മൾ ചില്ലിക എന്ന് പറയുന്നില്ലേ, ആ ചീക്ക് പകരം ചി എന്ന രൂപത്തിലേക്ക് മാറി പ്രയോഗിക്കുന്ന ഒരു പദമാണ് എന്ത്? ചില്ലക, ചില്ലിക. അപ്പൊ ചില്ലക എന്ന് ഓൾറെഡി ഒരു പദമുണ്ട്. അപ്പൊ ആ ചീ മാറ്റിയിട്ട് വെറും ചീ ആക്കി അടുത്ത പര്യായം കിട്ടുകയാണ്. അതുപോലെ ചില്ലിക എന്ന് PSC തന്നൊരു പദമുണ്ട്. ആ ചീ മാറ്റി വെറും ചീ ആക്കുമ്പോ അടുത്ത പര്യായം കിട്ടുകയല്ലേ. അപ്പൊ ചില്ലിക. ഇത്രയാണ് ചീവീടിന്റെ പര്യായങ്ങൾ. അപ്പൊ ചീ 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 ചീവീട്, ചീ ചീ കൂട്ടിയിട്ടുള്ള പര്യായങ്ങൾ പഠിച്ചല്ലോ അല്ലെ. ഇനി അടുത്തതാണ് അരയന്നം. പണ്ട് ചോദിച്ചിട്ടുണ്ട് PSC. അതായത് ഭക്ഷണം എന്നൊരർത്ഥത്തിലും അരയന്നം എന്ന അർത്ഥത്തിലും പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഡാഷ്. എന്താ? അന്നം. അന്നത്തിന് ആഹാരം, ചോറ് എന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെന്താണ്? അരയന്നം എന്നും അർത്ഥമുണ്ട്. അപ്പൊ അരയന്നത്തിന്റെ പര്യായം എന്തൊക്കെയാ? അന്നം. നളദമയന്തിയിലെ ഹംസം ഉണ്ടല്ലോ, സന്ദേശം കൊടുക്കാൻ വരുന്ന ഹംസം, അരയന്നം അല്ലെ. അപ്പൊ ആ അന്നം വെച്ചിട്ട്, ആ ഹംസം വെച്ചിട്ട് അന്നത്തെ ഓർക്കാം, ഹംസം അരയന്നത്തിന്റെ പര്യായം. പിന്നെ മരാളം. മരാള എന്ന വാക്കിന് മാർദ്ദവമുള്ള എന്നാണ് അർത്ഥം. ഈ അരയന്നത്തിനെ കാണുമ്പോൾ ഇതിന് മെഴുത്ത് നല്ല മാർദ്ദവമായിട്ടല്ലേ ഇരിക്കുക. അപ്പൊ ആ ഒരു പദത്തിൽ നിന്ന് വന്ന 2 പദങ്ങള് മരാളം, മരാളകം. മാത്രല്ല അരയന ഇങ്ങനെ വളഞ്ഞാണല്ലേ ഇരിക്കുന്നത്. അപ്പൊ ആ ചേർന്നുള്ള ഇത് മരാളം, മരാളകം. അരയന്നത്തിന്റെ പര്യായമാണ് മാർദ്ദവമുള്ള അരയന്നം. മരാള അരയന്നം എന്നാണ് അർത്ഥം. മരാളയ്ക്ക് അരയന്നം, അതിൽ നിന്ന് മരാളവും മരാളകവും എന്ന പദവും. ഇനി അടുത്താണ് ചക്രാംഗം. അംഗ അവയവമെന്ന് നമുക്കറിയാം അല്ലെ. അംഗവൈകല്യം പദശുദ്ധിയിൽ PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അംഗം, ഗണപതിയുടെ വരുന്ന അംഗം ഉണ്ടല്ലോ. അപ്പൊ ചക്രാംഗം, അതായത് ചക്രത്തെ പോലെ അംഗമുള്ള. ചക്ര ഇങ്ങനെ വളഞ്ഞിട്ടല്ലേ ഇരിക്കുക. അപ്പൊ അരയന്ന ഇങ്ങനെ ഒരു വളഞ്ഞിരിക്കുന്നതല്ല അരയന്നം. അപ്പൊ ചക്രത്തെ പോലെ അംഗമുള്ളത്, ശരീരമുള്ളത് എന്നർത്ഥത്തില് നമ്മുടെ അരയന്നത്തെ നമ്മൾ എന്തോന്നും കൂടെ വിളിക്കുന്നുണ്ട്? ചക്രാംഗം എന്നും കൂടെ വിളിക്കുന്നുണ്ട്. അപ്പൊ ചക്രാംഗം എന്തുവാ? അരയന്നമാണ്. പിന്നെ കേരവം. നമ്മുടെ ബുക്കിൽ ഉണ്ടല്ലോ, എന്താണ്? കേരവങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നൊരർത്ഥത്തിലാണ് കൈരവം എന്ന പദം ഉണ്ടായത്. കൈരവം എന്ന് വെച്ചാൽ എന്താ? ആമ്പലാണ്. അപ്പൊ ആമ്പൽ, കൈരവം. ഇപ്പൊ കേരവങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നൊരർത്ഥത്തിലുണ്ടായ പദമാണ് കൈരവം. കൈരവം, ആമ്പൽ. അപ്പൊ കേരവം എന്തുവാ? കേരവം അരയന്നത്തിന്റെ പര്യായം. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റാർ ഒക്കെ ഇട്ടിരിക്കുന്നത് മുൻകാല ചോദ്യമാണ് കേട്ടോ. ഇതിന് വീണ്ടും മുൻകാല ചോദ്യമാണ്. അപ്പൊ എന്റെ ഓർമ്മയിൽ വന്നത് ഞാൻ കിട്ടുന്നേ ഉള്ളൂ. ഇനി അടുത്തതാണ് PSCയുടെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ എന്ന് പറയാം. വണ്ടിനെ ചോദിച്ചിട്ടുണ്ട്. വണ്ടിന്റെ പര്യായം എന്താ? അളി. പിന്നെ ആളി ഉണ്ടല്ലോ, എന്തുവാ? ആളി, തോഴി, ചേടി. ചേടിയൊക്കെ PSC ചോദിച്ചിട്ടുള്ള, അതായത് കൂട്ടുകാരി, തോഴി, വേലക്കാരി എന്നൊക്കെ അർത്ഥം വരുന്ന ചേടി, ആളി. ആളി തോഴിയാണ് കേട്ടോ. അപ്പൊ വണ്ടിന്റെ പര്യായം അളി. ഓർത്ത് വയ്ക്കാനേ. ഈ അളിഞ്ഞ സ്ഥാനത്തിലൊക്കെ വന്നിങ്ങനെ വണ്ട് കയറി ഇരിക്കത്തില്ലേ? അളിഞ്ഞ ചക്കയിലൊക്കെ വണ്ടിരിക്കും അല്ലെ. അപ്പൊ അളിഞ്ഞ സ്ഥാനത്തിലൊക്കെ ഇരിക്കുന്ന അളിയാണെന്നും മറ്റത് ആളിയാണെന്നും ഓർക്കാം. പിന്നെ അടുത്താണ് ഭ്രമരം. സിനിമയുണ്ടല്ലോ ഭ്രമരം. ഭ്രമരം വണ്ടാണ്. പിന്നെ ഭൃംഗം. ഭൃംഗം വണ്ടാണ്. മധുപം, അതായത് പൂവിൽ നിന്ന്
ഒരു പൂവിൽ നിന്ന് മധു കുടിക്കും, മധു തേനാണ് കുടിക്കും, അത് കഴിഞ്ഞ് അടുത്ത പൂവിലേക്ക് മധു കുടിക്കും, അങ്ങനെ പൂവുകൾ തോറും തേൻ കുടിച്ചു കുടിച്ചു പോകുന്നവൻ എന്നൊരർത്ഥത്തില് മധുപം എന്നൊരു വാക്ക് വണ്ടിനുണ്ട്. പിന്നെ മധുകരം, മധുകരം അത് തന്നെ, ഒരു പൂവിൽ നിന്ന് അടുത്ത പൂവിൽ ഇങ്ങനെ തേൻ കുടിച്ചു കുടിച്ചു പോയി. ഈ സെയിം സാധനം തന്നെയാണ് തേനീച്ചയും ചെയ്യുന്നത്. അതുകൊണ്ട് മധുകരം എന്ന് നമ്മൾ തേനീച്ചയ്ക്ക് ഒരു പര്യായം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മധുകരം തേനീച്ചയ്ക്കും പറയാം, വണ്ടിനും പറയാം. അപ്പൊ നിങ്ങൾ ഇത്രയും കിട്ടി. പിന്നെ ഈ പറയുന്ന മധുപൊക്കെ SCERTയിലെ വാക്കും കൂടാണ്. അപ്പൊ അത് PC ചോദിച്ചിട്ടും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്താണ് മധുവ്രതം, സെയിം അർത്ഥം തന്നെ. ഈ തേൻ കുടിക്കുന്നത് എന്നൊരർത്ഥത്തിൽ വരുന്ന പദമാണ്, തേൻ കുടിക്കുന്നത് എന്നൊരർത്ഥത്തിൽ വരുന്ന പദമാണ് മധുവ്രതം. ഇനി അടുത്തതാണ് ഇന്ദിന്ദിരം. എന്തുവാ ഇന്ദിന്ദിരം? അതായത് ലക്ഷ്മി ദേവിയുടെ അടുത്തൊരു താമരയുണ്ടല്ലോ, ആ താമരപ്പൂവിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച്, ലക്ഷ്മി ദേവിയോടൊപ്പം ആ താമരപ്പൂവിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുന്നതാണല്ലോ അവിടുത്തെ വണ്ട്, ആ പൂവിലിരിക്കുന്ന വണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തില് വണ്ടിന് വന്നാണ്, അതായത് ഇന്ദിരയുടെ അടുത്ത താമരപ്പൂവിലിരിക്കുന്നവൻ എന്നൊരർത്ഥത്തില് ഇന്ദിന്ദിരം എന്താണ്? വണ്ടാണ്. അപ്പൊ വണ്ടിന്റെ പര്യായങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അളി, ഭ്രമരം, ഭൃംഗം, മധുപം, മധുകരം, മധുവ്രതം, ഇന്ദിന്ദിരം. ഇന്ദിന്ദിരം ഞാൻ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് തോന്നുന്നു. ഓക്കെ, അപ്പൊ കിട്ടിക്കാണുമല്ലോ അല്ലെ. ഇനി അടുത്ത പദമാണ് ആമ. ആമയും PC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആമയുടെ പര്യായം എന്തൊക്കെയാ? കൂർമ്മം, മത്സ്യം, കൂർമ്മം, വരാഹം, അവതാരങ്ങളുണ്ട് അല്ലെ. കൂർമ്മം ആമയാണ്. പിന്നെ കമഠം, കച്ചവം, മാഷാദം. അപ്പോ നമ്മുടെ ഫ്രണ്ട്ലി പേജിൽ ബുക്കിലെ പേജ് നമ്പർ 36 ഓപ്ഷൻ ബി, അതായത് ചോദിച്ചിട്ടുണ്ട് സംഭവം. 216 ഉത്തരവായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കച്ചവം ആമയാണ്, കച്ചവി പെണ്ണാമയാണ്. കച്ചം വെള്ളം കെട്ടി നിൽക്കുന്ന താഴ്ന്ന പ്രദേശം, അത് SCERT വാക്കാണ് കേട്ടോ, കച്ചം എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു പദം തന്നിട്ടുള്ളൂ, ഭഗീരഥി കച്ചം വിഗ്രഹിക്കുക. എന്തുവാ ഉത്തരം? ഭഗീരഥിയുടെ കച്ചം. കച്ചം എന്ന് വെച്ചാൽ തീരം എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ഭഗീരഥിയുടെ തീരം എന്ന അർത്ഥത്തിലാണ് ഭഗീരഥി കച്ചം എന്ന വാക്ക് പ്രയോഗിക്കുന്നത്. അത് SCERT വാക്കാണ്, PSC ചോദിച്ചതുമാണ്. പിന്നെ അപ്പൊ ആമയുടെ പര്യായം കൂർമ്മം, കമട്ടം, കച്ചവം. അപ്പൊ കച്ചം വെള്ളമാണ് അല്ലെ. അപ്പൊ കച്ചം, കച്ചത്തെ പാനം ചെയ്യുന്നത്, അതായത് കച്ചത്തിൽ പാനം ചെയ്യുന്നത് എന്നൊരർത്ഥത്തിലാണ് കച്ചബി. പെണ്ണാമയുടെ കാര്യം പറയുന്നില്ലേ, അപ്പൊ കച്ചപവും കച്ചബിയൊക്കെ വെള്ളം കുടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു പദം വന്നത്. കച്ചം എന്ന പദത്തിൽ നിന്ന് കച്ചപവും കച്ചബിയും ഒക്കെ വന്നേക്കുന്നത്. പിന്നെ അടുത്ത പദമാണ് മാഷാദം. മാഷാദം ആമയാണ് കേട്ടോ, മാഷാദം ആമ. പിന്നെ കമട്ടമൊക്കെ ഓർക്കാനേ, കമന്ന് കിടക്കുന്ന ആമ എന്നൊക്കെ ഓർക്കാം കേട്ടോ. കമട്ടം, കമന്ന് കിടക്കുന്ന ആമ എന്നൊക്കെ ഓർക്കാം. അപ്പൊ കൂർമ്മം, കമട്ടം, കച്ചവം, മാഷാദം. അപ്പൊ ഇത്രയും ആമയുടെ പര്യായങ്ങൾ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് ആടിന്റെ പര്യായം. അപ്പോ ആടിന്റെ പര്യായം, അതുപോലെ നമ്മൾ കുറച്ചു മുമ്പ് അരയന്നത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതും ആ പേജിൽ തന്നെ ഉണ്ട്. മരാളം അരയന്നമാണ്. മരാളി, മരാളിക, അതൊക്കെ അരയന്നപ്പിഴ, അതായത് പെണ്ണരയന്നത്തിന് പറയുന്ന പേരാണ്. മരാളി ഇട്ട് കൊടുത്താൽ മതി. മരാളിയും മരാളികയും. പിന്നെ ആ പേജിൽ തന്നെ മണ്ടൂകം, അതായത് മണ്ടൂകം തവളയാണ് അല്ലെ. മണ്ടൂകി വള്ളിട്ട് കൊടുക്കുക, പെൺതവളയാണ്. അതുപോലെ ജലത്തെ മണ്ഡനം ചെയ്യുന്നത് എന്നൊരർത്ഥത്തിലാണ് മണ്ടൂകം എന്നൊരു പദം ഉണ്ടായത്. മണ്ഡനം ചെയ്യുക എന്ന് വെച്ചാൽ അലങ്കരിക്കുക. അപ്പൊ ജലത്തിൽ ഇങ്ങനെ കയറി തവള ഇരിക്കുമ്പോൾ ഒരു അലങ്കാരമാണല്ലോ, അതാണ് ജലത്തെ മണ്ഡനം ചെയ്യുന്നത് എന്നൊരർത്ഥത്തില് മണ്ടൂകം തവളയായത്. മണ്ടൂകി പെൺതവളയാണ്. അന്ന് പിന്നെ ഒരു പദം കൂടെ വരച്ചല്ലോ, മണ്ഡനം. മണ്ഡനം എന്ന പദത്തിന്റെ വിപരീതം എന്താ? ഖണ്ഡനം. അപ്പൊ ഖണ്ഡിക്കുക, ഖണ്ഡനം, മണ്ഡനം, മണ്ഡനം, ഖണ്ഡനം. അപ്പോ കൂട്ടിച്ചേർക്കുക എന്നൊക്കെ ഒരർത്ഥമാണ് മണ്ഡനത്തിനുള്ളത്. കൂട്ടിച്ചേർക്കുക. ഖണ്ഡനം എന്ന് വെച്ചാൽ എന്താ? മുറിച്ചു മാറ്റുക, അല്ലെങ്കിൽ ഉരിയെടുക്കുക എന്നൊക്കെ ഒരർത്ഥത്തില് നിർത്തുക, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോ മണ്ഡനം കൂട്ടിച്ചേർക്കുക, അഴിക്കുക എന്നൊരർത്ഥത്തില് ഖണ്ഡനം. അപ്പൊ അതും കൂടെ നോക്കുക. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് ആട്. ആട് ഇതിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? മേഷം, സ്റ്റാർ ഇട്ടിട്ടുണ്ട്, അപ്പൊ PSC ചോദിച്ചതാ. മേഷം ആടാണ്. മേഷം ഒരു കോഡ് പറഞ്ഞുതരാം, പെട്ടെന്ന് തോന്നിയതാണ്.
അതായത് ആട്ടിറച്ചിയൊക്കെ കഴിക്കുമ്പോൾ അജമാംസ രസായനമൊക്കെ ഇല്ലേ, അതൊക്കെ കഴിക്കുമ്പോൾ എന്തൊരു ഉന്മേഷം, അതിൽ നിന്ന് മേഷം ഓർക്കുക. അത് മാത്രമല്ല ഈ ആട് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നത് എന്നൊരർത്ഥത്തിലാണ് അവന്റെ പര്യായങ്ങളൊക്കെ പദങ്ങളൊക്കെ മിക്കതും ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ഛാഗി, ഉരഭ്രം എന്നൊക്കെ പറയുന്ന പദങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു അർത്ഥമുള്ള പദങ്ങളാണ്. അപ്പൊ ഈ ആട് പൊതുവെ ആട് എപ്പോഴും ഇങ്ങനെ ഓടി ഓടിയല്ല നടക്കുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തില് ആടിന് തന്നെ ഭയങ്കര ഉന്മേഷമാണ് എന്ന് ഓർത്താൽ നമ്മൾക്ക് PSC ചോദിച്ച മേഷമാക്കി ഓർക്കാം, ഉന്മേഷമുള്ള ആട്. അതിൽ നിന്ന് എന്തോർക്കാം, മേഷമാട് എന്ന് ഓർത്തൂടെ? അപ്പൊ ഓർക്കാം. പിന്നെ അടുത്തത് മേഘമാണ്. പിന്നെ വേറൊരു ഇതും കൂടെ പറയട്ടെ. ആടെപ്പോഴും അല്ലെ, അപ്പൊ എന്ന് കരയുന്ന ആടിൽ നിന്ന് നമ്മൾ മേഷവും മേഘവും ഓർക്കും. ആ മേയിൽ നിന്ന് നമ്മൾ 2 എണ്ണം പഠിച്ചല്ലേ, വേഗം പഠിച്ചു. പിന്നെ ഒരെണ്ണം കൂടെ മേ കൂട്ടി കിടപ്പുണ്ടതേ, മേനാദം അല്ലെ. ആട് മേന്ന് കരയൂല്ലേ, അപ്പൊ ആ മേയിൽ നിന്ന് നമ്മൾ 3 പദങ്ങൾ പഠിച്ചു. മേഷം പഠിച്ചു, മേഘം പഠിച്ചു, മേനാദം പഠിച്ചു. ഇനി അടുത്തത് ഛാഗി. ആട് ഭയങ്കര എനർജറ്റിക് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിൽ നിന്ന് ചാടി നടക്കുന്ന ആടാണ് നമ്മുടെ ഈ ആട്. ചാടി നടക്കുന്നതാണെന്ന് ഓർത്താല് ഛാഗി ഓർത്ത് വയ്ക്കാം, പഠിച്ചില്ലേ? ഇനി അജമാംസ രസായനം വെച്ചിട്ട് അജം പഠിക്കും. പിന്നെന്ത് പഠിക്കും? പിന്നെ ഉരഭ്രവും ഉരണവും. ആടെല്ലായിടത്തും ചാടി ഓടി നടക്കുന്ന. പിന്നെ ഓർക്കാനേ, ആടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെ ഇങ്ങനെ മണത്ത് നടക്കും അല്ലെ. അപ്പൊ ഇത് പൂവാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ഇലയാണെങ്കിൽ ഇങ്ങനെ ഒരച്ചൊരച്ചോണ്ട് പോകും അല്ലേ ആട്. അതിൽ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ ഉന്മേഷം വെച്ച് നമ്മൾ അത് പഠിച്ച പോലെ ഒരയ്ക്കുന്നത് വെച്ച് 2 എണ്ണം പഠിക്കാം. ഉരഭ്രവും പഠിക്കാം, ഉരണവും പഠിക്കാം. അപ്പൊ ഇലയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരച്ചൊരച്ച് പോകുന്ന ആട് വെച്ചിട്ട് 2 വാക്ക് നമ്മൾ ഓർക്കാൻ പോവാണ്. ഉരഭ്രം, ഉരണം. പഠിച്ചാടാ ഒരിക്കലും കൂട്ടിയിട്ട്. അപ്പൊ ആടിന്റെ കാര്യങ്ങള് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞതെങ്കിലും ഓർത്ത് നിങ്ങൾ ചോദിച്ചെഴുതുമായിരിക്കും. ഇനി അടുത്തതാണ് കുറുക്കൻ. കുറുക്കൻ SCRT വാക്കാണ്. നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ നമ്മുടെ CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് SCRTയില്. അപ്പൊ അതില് കാട്ടില് യുദ്ധം ചെയ്ത് തളർന്നിങ്ങനെ കിടക്കുമ്പോ ജംബുകത്തിന്റെ കരച്ചിൽ കേൾക്കും എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അപ്പൊ ജംബുകം SCRT ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. SCRT ഫുള്ള് 3 മുതൽ 10 വരെ ചെയ്ത് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പുതിയ പിള്ളേര് അതൊക്കെ പോയി കാണണം, ഫ്രീലി PSCയുടെ പ്ലേലിസ്റ്റില്. അപ്പൊ ജംബുകം കുറുക്കനാണ്. അത് ഓർത്ത് വയ്ക്കാൻ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ എന്താണെന്നറിയോ? അതായത് നമ്മുടെ പണ്ട് ബാലരമയിലോ പൂമ്പാറ്റയിലോ ഏതാണെന്ന് മറന്നുപോയി, ബാലമംഗളോ ഏതിലോ ഒരു ജമ്പനും തുമ്പനും ഉണ്ടായിരുന്നില്ലേ, ഒരു പട്ടി. അപ്പൊ ഇവിടുത്തെ ജമ്പനും തുമ്പനിലും പട്ടിയായിരുന്നു, പക്ഷെ ഈ ജമ്പുകം കുറുക്കനാന്നുള്ള രീതിയിൽ ഓർക്കാന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ജമ്പുക ഓർക്കുമായിരിക്കും അല്ലേ. ഇപ്പൊ ജമ്പുക കുറുക്കനാണ്. പിന്നെ ഊളൻ, അവനൊരു ഊളനാണെന്നേ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ശരിക്കും ഊളനൊരു അർത്ഥമുണ്ട്, ഊളിയിടുന്നവൻ. അപ്പൊ ഊളിയിടുന്നവനാണ് ഊളൻ. ഇപ്പൊ ഈ സാധനം കുറുക്കനികൾ ഊളിയിടില്ലേ, അതുകൊണ്ട് അവന് വന്ന പേരാണ് ഊളൻ. ഊളിയിടുന്നവനാണ് ഊളൻ. അപ്പൊ ഊളൻ ആരാണ്? കുറുക്കനാണ്. പിന്നെ ജംബുക നിങ്ങൾ പഠിച്ചല്ലോ. പിന്നെ ഗോമായു. അതായത് വികൃതമായ ശബ്ദം പുറപ്പെടുവിക്കുന്നവൻ എന്നൊരർത്ഥമുള്ള പദമാണ് ഗോമായു. അപ്പൊ ഒരു വികൃതമായ സൗണ്ട് അല്ലേ, കുറുക്കന്റെ കൂവ് കേൾക്കുമ്പോ നമുക്ക് തന്നെ ഒരു പേടിയായി ഇതെന്താന്ന്. അപ്പൊ എന്താ, വികൃതമായ ശബ്ദം പുറപ്പെടുവിക്കുന്നതിന് അർത്ഥം വരുന്ന വാക്കാണ് ഗോമായു. അതുകൊണ്ട് നമ്മൾ ഗോമായു എന്ന പദം കുറുക്കന്റെ പര്യായമായിട്ട് ഉപയോഗിക്കുമ്പോ ഗോമായു എന്താണ്? കുറുക്കനാണ്. പിന്നെ കുറുനരി അറിയാലോ, കുറുനരിനെ പഠിച്ചു. പിന്നെ ശൃഗാലം, ഈ ചോര കുടിക്കുന്നവൻ എന്നൊരർത്ഥമുള്ള പദമാണ് ശൃഗാലം. അപ്പൊ ശൃഗാലവും ശൃഗാലനും ഒക്കെ കുറുക്കന്റെ പര്യായമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മറ്റു ജീവികളിലൊക്കെ ചോര കുടിക്കുന്നവനാണല്ലോ ആര്? കുറുക്കൻ. അപ്പൊ ചോര കുടിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ശൃഗാലം. അപ്പൊ ശൃഗാലം കുറുക്കനാണ്. കിട്ടിയല്ലോ. ഇനി അടുത്തതാണ് ക്രോഷ്ടാവ്. അപ്പോ കൂകി വിളിക്കുന്നവൻ എന്നൊരർത്ഥത്തിലാണ് ക്രോഷ്ടാവ് എന്നൊരു പദം വന്നത്. ക്രോഷ്ടാവ് ആൺകുറുക്കനാണ് ക്രോഷ്ടാവ് ഉപയോഗിക്കുന്നത്. അപ്പൊ പെൺകുറുക്കനോ ക്രോഷ് ട്രീ, അതായത് ട്രീ ഇല്ലേ, മരം എന്നുള്ളതിന്റെ ട്രീ ആണ്, ടീ അല്ല. ക്രോഷ് ഇത്ര ഇങ്ങനെ വരും, ക്രോഷ് ട്രീ, മരം എന്നുള്ളതിന്റെ ട്രീയും കൂടെ ഇട്ടാ പെണ്ണുകുറുക്കനാവും. അപ്പൊ ക്രോഷ്ടാവ് കൂകി വിളിക്കുന്ന എന്നൊരർത്ഥത്തില് ക്രോഷ്ടാവ് ആരാണ്? കുറുക്കനാണ്. പിന്നെ ഫേരവവും ഫേരും ഇങ്ങനെ ഓർത്താൽ മതി. കുറുക്കൻ ഭയങ്കര ഭീരുവല്ലേ, അപ്പൊ അതിൽ നിന്ന് അങ്ങനെ ഓർക്കാം കേട്ടോ. അപ്പൊ ഫേരവവും ഫേരുവും കുറുക്കന്റെ പര്യായമാണ്. അപ്പൊ
ഭീരു വെച്ചിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി കോഡാണ് കേട്ടോ പറഞ്ഞു തന്നെ. അപ്പൊ ഫേരവവും ഫേരുവും കുറുക്കന്റെ പര്യായമാണ്. അപ്പൊ കുറുക്കന്റെ പര്യായം എന്തൊക്കെയാ? ഊളൻ, ജംബുകം, ഗോമായു, കുറുനരി, ശൃഗാലം, ക്രോഷ്ടാവ്, ഫേരവം, ഫേരു. കിട്ടിയല്ലോ അല്ലെ? ഇനി അടുത്തത് എട്ടുകാലിയുടെ പര്യായമാണ്. എട്ടുകാലിയുടെ പര്യായം ചോദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടെപ്പോഴും. എട്ടുകാലിയുടെ പര്യായവും നമ്മുടെ കുരങ്ങിന്റെ പര്യായം തമ്മിൽ ഒരു വാക്ക് സെയിം, ഏകദേശം സിമിലർ ആണ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് നോക്കാം. എട്ടുകാലിയുടെ പര്യായം എന്തൊക്കെയാ? ചിലന്തി, ഊർണനാഭം, കേട്ടിട്ടില്ലേ? ഊർണനാഭം. പിന്നെ മർക്കടകം, അതാ പറഞ്ഞ മർക്കടൻ. മാറിക്കിടക്ക നീ മർക്കടപ്രാകൃത, മർക്കടൻ കുരങ്ങാണ്. അപ്പൊ മർക്കടകം എന്നൊരു അർത്ഥത്തില് മർക്കടകം. ഈ കുരങ്ങ് എങ്ങനെയാ? ഒരു ട്രീയിൽ, ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ഇങ്ങനെ ചാടിച്ചാടിയല്ലേ പോണേ? ഈ എട്ടുകാലി അതുപോലെ അല്ലേ, ചാടിച്ചാടി പോകുന്നതല്ലേ? അപ്പൊ ചാടിച്ചാടി പോകുന്നത് എന്നൊരു അർത്ഥത്തിൽ നിന്നാണ് ഈ പദം ഉണ്ടായിരിക്കുന്നത്. ഏത്? മർക്കടകം എന്നുള്ളത്. അപ്പൊ മർക്കടം കുരങ്ങാണ്, മർക്കടകം ആരാണ്? മർക്കടകം എട്ടുകാലിയാണ്, ചിലന്തിയാണ്. പിന്നെ അഷ്ടാപദം, അഷ്ടൻ എട്ടാണ്. എട്ടുകാലിക്ക് 8 പദങ്ങളുണ്ടല്ലോ, കാലുകളുണ്ടല്ലോ. അപ്പൊ 8 കാലുള്ളതെന്നൊരു അർത്ഥത്തില് അഷ്ടാപദം എട്ടുകാലിയാണ്. പിന്നെ വരുന്ന വാക്ക് ഇതാണ്, നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും അല്ലെ? പൂർണ്ണനാഭം. ഒരു ഡാൻസിന്റെ ഒരു മുദ്രയിൽ വരുന്നതാണ് ഊർണനാഭം എന്ന് പറഞ്ഞിട്ട്. എട്ടുകാലി. ഓക്കെ, അപ്പൊ ഊർണനാഭം, നാഭം അറിയാലോ, നാഭി. അപ്പോ ഈ ഊർണം എന്ന വാക്കിന് രോമം എന്നും നൂലെന്നും ഒക്കെ അർത്ഥമുണ്ട്. ഊർണ വസ്ത്രം എന്ന് വെച്ചാൽ എന്നാന്നറിയോ? കമ്പിളിയാണ്. ഊർണ രോമം എന്നാന്നറിയാവോ? ആട്ടിൻ രോമാണ്. ഈ ആട്ടിൻ രോമം കൊണ്ടല്ലേ കമ്പിളി ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ആ നൂല് കൊണ്ടുണ്ടാക്കുന്ന വസ്ത്രം എന്ന അർത്ഥത്തില് കമ്പിളി, ഈ ഊർണ എന്നൊരു പദം വരുന്നത്. ഊർണ വസ്ത്രം കമ്പിളി, ഊർണ രോമം ആട്ടിൻ രോമം. അപ്പൊ ഊർണ നാഭവോ? നാഭിയിൽ ഊർണമുള്ളത്, അതായത് നൂല് പോലെ ഇല്ലേ, രോമം നൂല് പോലെ ഒരു സംഭവം എട്ടുകാലിയുടെ നാഭിയിൽ നിന്നല്ലേ വരുന്നേ. അപ്പൊ നാഭിയിൽ ഊർണമുള്ളവൻ എന്നൊരർത്ഥത്തിലാണ് ഊർണനാഭം എന്തായത്? എട്ടുകാലിയായത്. അപ്പൊ ഇത്രയും പദങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കാണും. കുറെ ഞാൻ ക്ലാസ്സിൽ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കൂടെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ബുക്ക് 170 രൂപയാണ് ബുക്കിന്. നമ്മളുടെ ബുക്കില് മുൻകാല ചോദ്യങ്ങൾ, അതിന്റെ എക്സ്പ്ലനേഷൻ, പിന്നെ ബാക്കിൽ കുറച്ച് വ്യാകരണത്തിന്റെ കുറച്ച് കോഡ്, പിന്നെ മുൻകാല ചോദ്യങ്ങൾ, PSC ആവർത്തിച്ച പദശുദ്ധി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദശുദ്ധിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കിൽ നിന്ന് മാത്രം 2023 ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയ്ക്ക് 8, 9, 6, അതായത് 10-ൽ 6, 10-ൽ 8, 10-ൽ 9 മാർക്ക് വരെയൊക്കെ വന്നിട്ടുണ്ട്. മുൻകാല ചോദ്യവും അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ആണുള്ളത്. ഇപ്പോൾ ഓപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്ന്, ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷനിൽ നിന്നും ഒക്കെ PSC ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബുക്ക് വാങ്ങിക്കാത്തവർ വാങ്ങിക്കുക. ചോദ്യോത്തരം എന്ന പാറ്റേൺ അല്ല, ചോദ്യവും ഉത്തരത്തിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഓപ്ഷന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ചേർത്താണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ വേണ്ടവര് വാങ്ങിക്കുക. അതുപോലെ ഫ്രണ്ട്ലി PSC ആപ്പില് CPOയുടെ മലയാളം ക്ലാസ്സുകൾ വിത്ത് കോഡ്, LDC ടൈപ്പിസ്റ്റ് മലയാളം ക്ലാസ്സുകൾ വിത്ത് കോഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതായത് ഡിഗ്രി ലെവൽ മലയാളം വിത്ത് കോഡ്, പിന്നെ ഈ ബുക്കിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ചോദ്യോത്തരം മാത്രമല്ല. ഇപ്പൊ നാമമാണെങ്കിൽ നാമത്തിനെ പറ്റി പറയും ക്ലാസ് ആയിട്ട്, തത്വിതം അതിൽ വരുന്നുണ്ട്, അത് പറയും. അപ്പൊ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത ക്ലാസ് ആണ്. അപ്പൊ അതുമൊക്കെ ഉണ്ട്. ഇപ്പോൾ വേണമെന്നുള്ളവർ നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മലയാളം ഡീറ്റെയിൽഡ് ക്ലാസ് കിട്ടും. സിംഹത്തിന്റെ പര്യായം PSC ചോദിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? പഞ്ചാസ്യൻ, പഞ്ചനഖൻ, ഹരി, ഹര്യക്ഷൻ, കണ്ഠീരവൻ, മൃഗരിപു, പുണ്ഡരീകൻ. അപ്പോ സിംഹത്തിന്റെ ഈ പഞ്ചാസ്യൻ ഓൾറെഡി PSC ചോദിച്ചതാണ്. അതുപോലെ പഞ്ചാസ്യന് ശിവൻ എന്നൊരു അർത്ഥവും കൂടെ ഉണ്ട്. അപ്പൊ പഞ്ചമായ, അതായത് വലിയ മുഖത്തോടു കൂടിയ, ഇങ്ങനെ വിടർന്ന മുഖത്തോടു കൂടിയവൻ എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ് സിംഹത്തിനെ പഞ്ചാസ്യൻ എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു വാക്ക് കൂടെ ഉണ്ട് ഇവിടെ എഴുതാം, കേസരി. കേസരിയും ഇമ്പോർട്ടന്റ് ആണ്. കേസരി സിംഹമാണ്. അപ്പൊ കേസരങ്ങൾ ഉള്ളത്, കേസരം എന്ന് വെച്ചാൽ എന്താ? കുഞ്ചിരോമം. അപ്പൊ കുഞ്ചിരോമം ഉള്ളത് കൊണ്ടാണ് കേസരി എന്ന് സിംഹത്തെ വിളിക്കുന്നത്. അപ്പൊ കേസരിയും പഞ്ചാസ്യനും അതുപോലെ പഞ്ചനഖൻ,
ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന നഖം. അപ്പൊ പഞ്ചനഖൻ ഇതെല്ലാം സിംഹമാണ്. പിന്നെ പഞ്ചം എന്നുള്ളതിന് 5 എന്നൊരു അർത്ഥം ഉണ്ടല്ലോ. അപ്പൊ പഞ്ചനഖൻ, പഞ്ചാസ്യൻ, കേസരി. പിന്നെ കണ്ഠീരവൻ, ഭയങ്കര ഗർജന സൗണ്ടാണ്, രവം ഒച്ചയാണ്, കണ്ടം കഴുത്ത്. കണ്ഠീരവൻ ഗർജിക്കുന്ന സിംഹമാണ്. പിന്നെ മൃഗരിപു, റിപു വൈരിയൊക്കെ ശത്രു അല്ലേ. അപ്പൊ മൃഗരിപു മൃഗങ്ങളുടെ ശത്രു അല്ലേ. സിംഹത്തിന് മറ്റു മൃഗങ്ങൾക്കൊക്കെ പേടിയല്ലേ, കൊന്നു തിന്നൂലേ. അപ്പൊ മൃഗരിപു സിംഹമാണ്. പിന്നെയാണ് പുണ്ഡരീകൻ എന്നൊരു വാക്ക്. പിന്നെ ഹരിയും ഹര്യക്ഷനും. ഈ ഹരി എന്ന് പറയുന്ന പര്യായം കുറെ പേർക്കുണ്ട്, ദൈവങ്ങൾക്കൊക്കെ ഉണ്ട്. ഇന്ദ്രൻ, വിഷ്ണു, സൂര്യൻ, കുരങ്ങ്, തവള, സർപ്പം, ഇവർക്കൊക്കെ ഹരി എന്നുള്ളൊരു പേര് ഉപയോഗിക്കും, കൂടെ സിംഹത്തിനും. അപ്പൊ ഇത്രയും പേരുകളാണ് പ്രധാനമായിട്ട് സിംഹത്തിനുള്ളത്. അത് ഇതും PSC യെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് വാക്കാണ്. ഇനി അടുത്താണ് മിന്നാമിനിങ്. മിന്നാമിനിങ്ങിന്റെ നിശാമണി, നിശരാത്രിയ, ഈ രാത്രിയിൽ തിളങ്ങുന്നതാണല്ലോ, അപ്പൊ അത് നിശാമണി. അതുപോലെ ഖദ്യോതം, ആകാശത്തിൽ ഇപ്പം മിന്നാമിനി കൊണ്ട് നമ്മളിങ്ങനെ മേളിലേക്കൊക്കെ പോകുമ്പോൾ പറന്നു പോകുമ്പോൾ ആകാശത്തിൽ തിളങ്ങുന്ന പോലെ തോന്നത്തില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ആകാശത്തിൽ തിളങ്ങുന്നത് എന്ന അർത്ഥത്തില് ഖദ്യോതം. ദ്യോതം തിളക്കുമല്ലേ, ദ്യുതിയുടെ ദ്യോതം തിളക്കമാണ്. അപ്പൊ ഖദ്യോതം. പിന്നെ നിശാമണി, ധ്വാന്തമണി. ധ്വാന്തം എന്നൊരു വാക്ക് നമ്മള് ഫ്രണ്ട്ലി PSC നമ്മുടെ ബുക്കിലുണ്ട്. അപ്പോ രാത്രി, ഇപ്പൊ ധ്വനി എന്നൊക്കെ ഉള്ള എന്താ, ഒച്ച എന്നൊരു അർത്ഥമാണ് അല്ലെ. ഇപ്പൊ രാത്രി ഇരുട്ടാണ്, ഇപ്പൊ ഇരുട്ടത്ത് പോകുമ്പോ നമ്മള് ഇരുട്ടത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോ വഴി കാണാത്ത മൂലം രാത്രി അയ്യോ കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് കയറിയില്ലേ. ആ ഒരു അർത്ഥത്തിലാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ഇരുട്ട് മൂലം ശബ്ദം ഉണ്ടാകും, നമ്മൾ കരയും പേടിച്ചിട്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ്, ധ്വനി എന്നൊരു അർത്ഥത്തിലാണ് ധ്വാന്തം എന്നൊരു വാക്ക് രാത്രിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോ ധ്വാന്തമണി, രാത്രി നിശാമണി പോലെ തന്നെ ധ്വാന്തമണി. ഇനി പ്രഭാകീടം. അപ്പൊ ഇതൊരു കീടമാണല്ലേ, പിന്നെന്താ നല്ല പ്രഭയുണ്ട്. അപ്പൊ പ്രഭ ഉള്ള കീടം ഏതാ, പ്രഭാകീടം മിന്നാമിനിങ്ങാണ്. പിന്നെ തൈജസ കീടം, അപ്പൊ തേജസ് ഉള്ള കീടമാണ് അല്ലെ. തൈജസ കീടം എന്ന് വെച്ചാൽ ഒരു തേജസ് ഉണ്ട് ആ കീടത്തിന്. അപ്പൊ തൈജസ കീടം മിന്നാമിനിങ്ങാണ്. പിന്നെ ഇന്ദുഗോപം. ഇന്ദുഗോപം എന്ന് വെച്ചാല് ഒരു വെളുത്ത പുഴു, വെളുത്തൊരു കീടമല്ലേ. അപ്പൊ വെളുത്ത കീടം എന്നൊരു അർത്ഥത്തിലാണ് ഇന്ദുഗോപം എന്നൊരു വാക്ക് വന്നേക്കുന്നത്. ഇന്ദുഗോപവും മിന്നാമിനിങ്ങാണ്. അപ്പൊ മിന്നാമിനിങ്ങിന്റെ പര്യായം എന്തൊക്കെയാണ്, നിശാമണി, ധ്വാന്തമണി, 2 മണികൾ. പിന്നെ ഖദ്യോതം, ദ്യുതി വെച്ചിട്ട് ഓർത്താൽ മതി. പിന്നെ പ്രഭാകീടം, പിന്നെ തൈജസ കീടം, പിന്നെ ഇന്ദുഗോപം. അത് മാത്രമേ റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ദുഗോപം എന്ന് വെച്ചാൽ ഒരു വെളുത്ത കീടം എന്നൊരു അർത്ഥത്തില് മിന്നാമിനിങ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ അല്ലെ. ഉറുമ്പിനെയൊക്കെ PSC ചോദിക്കുന്നതാ, മിന്നാമിനിങ്ങിനും ചാൻസ് ഉണ്ട്, പഠിച്ചോ. മയിലൊക്കെ ഓൾറെഡി ചോദിച്ചതാ, അപ്പൊ അതൊക്കെ വേണം. മയിലിന്റെ പര്യായം മയൂരം, മയൂര സിംഹാസനം, മയൂര സന്ദേശം. പിന്നെ ബർഹി, ബർഹമുള്ളത് ബർഹി. അപ്പൊ ബർഹം എന്തുവാ, മയിൽപീലിയാണ് ബർഹം എന്ന് പറയുന്നത്. ബർഹത്തോട് കൂടിയതാണ് ബർഹി, തൂവലുള്ളതായി. അപ്പൊ ബർഹി. പിന്നെ കേക എന്ന് പറഞ്ഞാല് മയിലിന്റെ കരച്ചിലാണ്, മയിലിന്റെ ഒച്ചയാണ്. അപ്പൊ കേക ഉള്ളതാണ് കേകി അല്ലെ, ആ ഒച്ചയുള്ളതാണ്, ആ കരച്ചിൽ ഒച്ചയുള്ളതാണ് നമ്മുടെ മയില്, കേകി. പിന്നെ ശിഖി, ഈ ശിഖിയൊക്കെ ഓൾറെഡി പഠിച്ചെന്താ, ശാഖി, ശാഖകളുള്ളത് ശാഖി വൃക്ഷമാണ്. ശിഖി മയിലാണ്, ശാഖിയിൽ ശിഖി ഇരിക്കുന്നു. അപ്പൊ എന്താ, വൃക്ഷക്കൊമ്പില്, അപ്പൊ വൃക്ഷത്തില് മയിലിരിക്കുന്നു എന്ന് ഓർക്കുക അല്ലെ. അപ്പൊ ശാഖി വൃക്ഷം, ശിഖി മയില്. ഇനി ഇത് SCRT വാക്കാണ് കേട്ടോ. പിഞ്ചിക എന്ന് പറഞ്ഞാൽ മയിൽപീലിയ. അപ്പൊ പിഞ്ചിക ഉള്ളത് ആർക്കാ, പിഞ്ചിക്കാണ്, മയിലിനാണ്. അപ്പൊ പിഞ്ചിക എന്ന വാക്ക് SCRT ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം കേട്ടോ. പിഞ്ചി മയിലാണ്. പിന്നെ ഭുജംഗഭുക്ക്. ഈ ഭുജംഗം എന്ന് പറഞ്ഞാലേ പാമ്പാണ്. പാമ്പിനെ ബുക്കുന്നതാരാ, മയിലല്ലേ. പാമ്പിനെ കഴിക്കുന്നതാരാ, മയിലാണ്. പിന്നെ കാളകണ്ഠം, കാളകൂട വശം, കറുത്ത വശമാണ് അല്ലെ. കാളം കറുപ്പ എന്നൊരർത്ഥമാണ്. അപ്പൊ മയിലിന്റെ തൊണ്ട ഒരു കറുത്ത കളറാണല്ലോ. അപ്പൊ കാളകണ്ഠം മയിലാണ്. അപ്പൊ മയിലിന്റെ പര്യായം ഏതൊക്കെയാണ്, മയൂരം, ബർഹി, കേകി, ശിഖി, പിഞ്ചി. ഈ മയിലിന്റെ പീലിയൊക്കെ പറിക്കാൻ ചെന്നാൽ മയിൽ പീച്ചി ചീന്തി കളയുമെന്ന് ഓർത്ത് പിഞ്ചി അങ്ങനെയെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ബുക്കുന്ന കാര്യം ഓർത്താൽ മതി, ആരെ,
ഭുജകത്തെ, അതായത് പാമ്പിനെ. അപ്പൊ ഭുജക ബൊക്ക്. പിന്നെ കാളകണ്ഠം. ഇത്ര അങ്ങോട്ട് കാണുമല്ലോ. ശകുലി, ശകലങ്ങളുണ്ട് അല്ലെ, ഇങ്ങനെ ഇരിക്കുന്ന സാധനമൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ശകുലമൊക്കെ ഉള്ളത് കൊണ്ട് ശകുലി എന്ന് പറയും. അതുപോലെ ശകലി എന്നും പറയും. പിന്നെ മീനം, ആ മീന് വെച്ച് മീനം ഓർക്കാം. പിന്നെ വിസാരം, പിന്നെ ചഷം. ചഷം ഓൾറെഡി ചോദിച്ചാണ് PSC കേട്ടോ, ചഷം. പിന്നെ പിള്ളേരുടെ ബാലപാഠത്തിൽ ചഷം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, ചാകൂട്ടിയിട്ടുള്ള വാക്കിൽ ചഷാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കുമല്ലോ, ചഷം. അപ്പൊ മീനിന്റെ ശകലങ്ങൾ വെച്ചിട്ട് രണ്ടെണ്ണം ഓർക്കാം. മീനിന്റെ ശകലങ്ങൾ വെച്ചിട്ട് ശകുലിയും ശകലവും ഓർക്കാം. പിന്നെ മീനമാസത്തിന്റെ ഒരു സിമ്പൽ മീനല്ലേ, മീനം ഓർക്കാം. പിന്നെ വിസാരം, വിസാരം എന്ന് വെച്ചാല് നീന്തുന്നത് എന്നാണ്. അപ്പൊ അത് ഓർക്കാം, നീന്തുന്നത് എന്നാണ് ശരിക്കുള്ള അർത്ഥം. നീന്തുന്നത് എന്നൊരർത്ഥമാണ് വിസാരത്തിനുള്ളത്. അപ്പൊ ഈ കടലിലൊക്കെ മീനിനെ വിസ്തരിച്ച് നീന്തുകയാണെന്ന് ഓർത്താൽ വിസ്തരിച്ച് നീന്തുന്ന മീനെന്ന് ഓർക്കാം. ആ പേരിൽ നിന്ന് തന്നെ ഓർക്കാം അല്ലെ, നീന്തുന്നത് എന്നർത്ഥം വരുന്നതാണ് വിസാരത്തിന്. അപ്പൊ അത് വെച്ച് തന്നെ കോഡും അത് വെച്ച് തന്നെ സിമിലർ ആക്കി എടുത്തു. അപ്പൊ വിസാരം മീനാണ്. പിന്നെ ചഷം LKG അല്ല, ബാലപാഠം ചില വാക്ക് ചഷം ഓർക്കാം. പിന്നെ ബാക്കിയെല്ലാം പഠിച്ചു. ഇനി അടുത്താണ് പാമ്പ്. പാമ്പ് PSC കുറെ നാളായിട്ട് ചോദിക്കുന്നത് ഏതാണ്, എപ്പോഴും മറിച്ച് തിരിച്ച് ചോദിക്കുന്നത് ഈ വാക്കാണ്, നാഗം. അപ്പൊ അത് വേറൊരു ക്വസ്റ്റൻ ഉണ്ട്. സ്വർഗം എന്നർത്ഥം വരുന്നത് നാക്കമ്മാണ് അല്ലെ, അത് നാക്കമ്മാണ്. അപ്പൊ ഓർത്ത് വയ്ക്കാനുള്ള ഗുണം എന്താണ്, സ്വർഗത്തിലേക്ക് കമ്മെന്ന് ഓർത്താൽ മതി, നാഗം ഓർക്കാം. പിന്നെ പാമ്പ് എന്നുള്ള നാഗം ഇതിങ്ങനെ വളഞ്ഞ് പാമ്പ് പോലെ അല്ലേ ഇരിക്കുന്നത്, ഒരു തലയും കൂടി ഇട്ട പാമ്പിന്റെ വളവും അല്ലെ. അപ്പൊ ആ നാഗം എന്ന് പറയുന്നത് പാമ്പാണ്. പിന്നെ സർപ്പം, ഭുജകം, ഭുജംഗം. അപ്പൊ ഈ ഭുജകവും ഭുജംഗം എന്നൊക്കെ പറയുന്നത് വളഞ്ഞ് ഗമിക്കുന്നത്, വളഞ്ഞല്ലേ പോകുന്നത്. അപ്പൊ വളഞ്ഞു പോകുന്നത് എന്നൊരർത്ഥത്തിലാണ് ഈ രണ്ട് വാക്കുകളും വന്നേക്കുന്നത്. പിന്നെ ഇതിനെ ബുക്കുന്നത് എന്നൊരർത്ഥത്തിലാണ് ദിവന്റെ പേര് വന്നേക്കുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. ഓക്കെ. ഇനി പന്നകം. പന്നകം PSC എപ്പോഴും ചോദിക്കും കേട്ടോ. പന്നകം പാമ്പാണ്. പാദം കൊണ്ട് ഗമിക്കുന്നത് എന്നാണ് ഈ പന്നകത്തിന്റെ അർത്ഥം കേട്ടോ. അതുപോലെ കാൽനഖം എന്നൊരു അർത്ഥമുണ്ട്, അത് നഖത്തിന്റെ പന്നഖത്തിന് കാൽനഖം എന്നാണ് അർത്ഥം. അപ്പൊ കാലുകൊണ്ട് ഗമിക്കുന്നത് എന്നൊരർത്ഥത്തിലാണ്, പാദം കൊണ്ട് ഗമിക്കുന്നത് എന്നർത്ഥത്തിലാണ് പന്നകം വന്നത്. ഇനി അടുത്തതാണ് ഫണം. പാമ്പിന് ഫണം ഉണ്ടല്ലേ, പത്തി. ഫണമുള്ളവൻ ഫണി, ഫണമുള്ളവൻ ഫണി. പിന്നെ ഉരകം, ഉരസ്, മാറല് കൊണ്ട് ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞല്ലേ പാമ്പ് പോകുന്നത്. അപ്പൊ ഉരസ് കൊണ്ട്, മാറല് കൊണ്ട് ഒരഞ്ഞൊരഞ്ഞു പോകുന്ന ഉരകം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാമ്പിങ്ങനെ ഒരഞ്ഞൊരഞ്ഞു പോകുന്നതാണ്. ഒരഞ്ഞൊരഞ്ഞു പോകുന്ന ഉരകം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓർക്കാമല്ലോ. പിന്നെ ഫണധരം, നമ്മൾ നേരത്തെ ഒരു ഫണത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഫണം ഇങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നവരാണ് ആര്, നമ്മുടെ പാമ്പ്. അപ്പൊ ഫണധരവും ഫണിയും ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇത്തരം കാര്യങ്ങൾ പഠിച്ചു കാണുമല്ലോ. ഇനി അടുത്താണ് പക്ഷി. പക്ഷിയൊക്കെ PSC എപ്പോഴും ചോദിക്കാറുണ്ട്. നീടജം, നീടം എന്ന് വെച്ചാൽ പക്ഷിക്കൂട്. അപ്പൊ പക്ഷിക്കൂടിലാണ് നമ്മുടെ പക്ഷി ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ പക്ഷിക്കൂടിൽ ഉണ്ടാവുന്ന നമ്മുടെ പക്ഷിയെ നമുക്ക് എന്ത് പറയാം, നീടജം എന്ന് പറയാം. പിന്നെ അടുത്തതാണ് ഖഗം. പക്ഷികൾ ഇങ്ങനെ ആകാശത്തിലൂടെ പറക്കും. അപ്പൊ ആകാശത്തിലൂടെ ഗമിക്കുന്നത് എന്നൊരർത്ഥത്തിലാണ് ഏത്, ഖഗം എന്നൊരു വാക്ക് വന്നേക്കുന്നത് കേട്ടോ, പക്ഷിയുടെ ഖഗം. പിന്നെ ദ്വിജം. ഈ ദ്വി എന്ന് കേൾക്കുമ്പോൾ രണ്ടാണെന്നും ജനിക്കുകയാണെന്നും ഒക്കെ ഉള്ള ഒരു ബോധമൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടല്ലോ. അപ്പൊ രണ്ട് പ്രാവശ്യം ജനിക്കുന്നു, അതെങ്ങനെയാ, അതായത് ഈ പക്ഷി 2 പ്രാവശ്യം ജനിക്കുന്നു എന്നൊരർത്ഥത്തിലാണ് ദ്വിജം. മുട്ട ഇടുമ്പോ, അതായത് ഒരു കിളി മുട്ട ഇടുമ്പോ അവിടെ ഒരു ജനനം നടക്കുകയല്ലേ. അപ്പൊ 1 പ്രാവശ്യം ജനിച്ചു, പിന്നെ ആ മുട്ട വിരിഞ്ഞ് അതിൽ നിന്ന് കുഞ്ഞു പുറത്ത് വരുമ്പോഴോ വീണ്ടും ഒരു ജനനം അല്ലെ. ഇപ്പൊ 2 പ്രാവശ്യം ജനിക്കുന്നു പക്ഷി എന്നൊരർത്ഥത്തിലാണ് ദ്വിജം എന്ന പേര് വന്നത്. പിന്നെ പത്രം, ചിറക്. പത്രമുള്ളവനാരാണ്, പത്രിയാണ്. പിന്നെ അണ്ഡജം, മുട്ട. അണ്ഡജം, പതംഗം, ചിറക് കൊണ്ട് ഗമിക്കുന്നത് പതംഗമാണ്. പിന്നെ വിഹഗം, വിഹംഗം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ പഠിച്ചിട്ടില്ലേ, വിഹായസ് ആകാശമാണ്. വിഹായസിൽ ഗമിക്കുന്നതാണ് വിഹഗം, വിഹംഗം. വിഹഗം എന്നും പറയാം, വിഹംഗം എന്നും പറയാം. വിഹായസിൽ ഗമിക്കുന്ന, ആകാശത്തിൽ സഞ്ചരിക്കുന്നതാണ് ആര്, വിഹഗം, വിഹംഗം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കിട്ടിക്കാണല്ലോ. പക്ഷിയുടെ എന്താണ്, നീടജം, ഖഗം, ദ്വിജം, പത്രി, അണ്ഡജം, പതംഗം. അടുത്തതും PSC മുൻകാല ചോദ്യമാണ്. ഉറുമ്പിന്റെ പര്യായം. ഉറുമ്പ് എന്തൊക്കെയാണ്, വൽമി, വമ്രി, വമ്രം, പിപീലിക. ഇതൊക്കെ എങ്ങനെ ഓർക്കും, ഇങ്ങോട്ടാ മതി. ഈ ഒരു ഉമ്മർക്കാച്ചി ഉറുമ്പാണ് അല്ലെ, ഉമ്മർക്കാച്ചി ഉറുമ്പ്. അത് വെച്ചിട്ട് എന്താണ്, അത് വെച്ച് ഇത് എത്ര ഓർക്കണം.
വൽമി, വമ്രി, വമ്രം അല്ലേ? ഈ വാല് പോലെ ഒരു തുള്ളിയേ ഉള്ളൂ, വൽമി ഓർക്കാം. പിന്നെ പിപ്പീലിക, ഈ കാർട്ടൂണിൽ ഉറുമ്പിനെ ഓർത്താൽ മതി. ഈ കൺപീലിയൊക്കെ നല്ല വിടർത്തിയ നല്ല ഭംഗിയുള്ള ഉറുമ്പാണ് അല്ലേ? അപ്പൊ കൺപീലിയൊക്കെ ഇങ്ങനെ നീട്ടി വെച്ച ഉറുമ്പാണെന്ന് ഓർത്ത് വെച്ച് കോഡ് വെച്ചിട്ട് പിപ്പീലികയും നമുക്ക് പഠിച്ചു വെക്കാം. ഇനി അടുത്ത വാക്കാണ് എലി. എലിയുടെ പര്യായം എന്തൊക്കെയാ? മൂഷകം, മൂഷികൻ. എന്താണ് ഈ മൂഷകം, മൂഷികൻ എന്നൊക്കെ വെച്ചാ? ആഹാര സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് പോകത്തില്ലേ എലി? അതായത് മോഷ്ടിക്കുന്നവൻ എന്നൊരർത്ഥത്തില് കള്ളന്റെ പര്യായമാണ് ഏത്? ഈ പറയുന്ന മൂഷകൻ. അപ്പൊ മൂഷികനും മൂഷകവും ഒക്കെ കക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ കള്ളനാണ് എലി അല്ലേ? അപ്പൊ ഈ മൂഷികൻ എന്ന വാക്കിന് കള്ളൻ എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ആഹാര സാധനമൊക്കെ കട്ടുകൊണ്ട് പോകുന്ന ഇവനെ നമ്മൾ എന്ത് പറയും? മൂഷകമെന്നും മൂഷികൻ എന്നും പറയും. ഇനി അടുത്ത വാക്കാണ് ആഖു. ആഖു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എലിയുടെ പര്യായമായിട്ട് ആഖു. പിന്നെ അടുത്താണ് ഖനകൻ. ഖനകൻ എന്ന് കേൾക്കുമ്പോൾ എന്തോ ഖനനം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ? എലി ഭൂമിയുടെ അടിയിൽ ഇങ്ങനെ കുഴിച്ചു പോകത്തില്ലേ? അപ്പൊ കുഴിച്ച് തുരങ്കൊക്കെ ഉണ്ടാക്കി പോവല്ലേ? അത് ഏകദേശം ഒരു ഖനനം പോലെ തന്നെയാണല്ലോ. അപ്പൊ ആ ഒരു മീനിങ്ങിലാണ് ഖനകൻ എന്നൊരു വാക്ക് എലിക്ക് വന്നത്. ഖനനം ചെയ്യുന്നവൻ പോലെ, കുഴിക്കുന്നവൻ, ഖനകൻ. ഇനി അടുത്താണ് ഇന്ദൂരം. ഇന്ദൂരവും ആഖുവും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് എലിയുടെ പര്യായത്തിൽ കേട്ടോ. ഇനി അടുത്താണ് വജ്രദശനം, വജ്രദന്തി. ദംശിക്കുക എന്ന് പറഞ്ഞാൽ കടിക്കുക. കടിക്കുന്നത് എന്താ? ദംശിക്കുന്നത് ദശനമാണ്, പല്ലാണ്. അപ്പൊ വജ്രദശനം എന്നും വജ്രദന്തി എന്നും എന്തിനെ പറയുന്നുണ്ട്? എലിയെ. അപ്പൊ മൂഷകം, മൂഷികൻ, ആഖു, ഖനകൻ, ഇന്ദൂരം, വജ്രദശനം, വജ്രദന്തി. അപ്പൊ ഈ ഇന്ദൂരമൊക്കെ ഓർത്ത് വയ്ക്കാനേ, ഈ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ, ഈ രാത്രിയൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇന്ദൂരം മൂഷികൻ അല്ലെ? അപ്പൊ ഇന്ദൂരം നമ്മൾ എങ്ങനെ ഓർക്കും? എന്തോരം എലിയാ പുറത്തേക്കൊക്കെ രാത്രി ഇറങ്ങുമ്പോ. അപ്പൊ ഇന്ദൂരം, എന്തോരം പോലെ ഓർത്തു വയ്ക്കാം. അപ്പോ ഇത്രയും പര്യായങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി പേസി ടെലഗ്രാമില് ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ ഫ്രണ്ട്ലി പേസി ആപ്പിലും ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഡെയിലി മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.